Hi, hello. Welcome to this podcast from Whiteballs Network. And ഈ പോഡ്കാസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഞങ്ങളുടെ കോമൺ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ആണ്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI തൊട്ട് ഗെയിംസ് തൊട്ട് റിയാക്ഷൻ വീഡിയോസ് തൊട്ട് നമ്മൾ ഈ ഒരു ആകാശത്തിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ആകാശത്തിൻ്റെ മേലെ വരുന്ന കാര്യങ്ങളും ചിലപ്പോൾ സംസാരിച്ചു എന്നിരിക്കും. ദാറ്റ് ഇസ് ദ പോഡ്കാസ്റ്റ്. സോ വെൽക്കം ടു ദി ഗ്ലിച്ച് ഗ്യാങ്. ഞാൻ കാർത്തിക്. ഞാൻ രാഹുൽ. 1 hour later. ഞാൻ ശരത്. നമ്മളെല്ലാവരും കൊച്ചിയിലുണ്ടായിരുന്നവരാണ്. അതാ നമ്മൾ വർഷങ്ങളായിട്ട് ഒരുമിച്ച് താമസിച്ച് ഒരു പായിൽ കിടന്നുറങ്ങി ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ച് വളർന്ന കൂട്ടുകാരാണ്. അപ്പോ എന്താണ് കലാപരിപാടി? എന്താണ് കാനഡ കുട്ടൻ ഫുൾ മാന്യൻ? It was at this moment that he knew he fucked up. എവിടെ എന്താ നാളെ ഈസ്റ്റർ അല്ലേ? ഈസ്റ്ററിന്റെ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇവിടെ ഏതെങ്കിലും കട എവിടെ പോണം, ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റിൽ പോണം. നല്ല നാളെയാണോ ഈസ്റ്റർ? നാളെ ഗുഡ് ഫ്രൈഡേ. ഒന്നുകൂടി പറയാം, നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നത് 28 മാർച്ചിനാണ്. അപ്പോ തേഴ്സ്ഡേ ആണ്. അപ്പോ ഇവിടെ എന്താണ്, ഇവിടെ നല്ല വിശേഷങ്ങൾ. നാളെ അവധിയാണ്, നാളെ ജോലിയില്ല. അപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോവാൻ എന്താടാ ഓഫീസില്ലെന്ന് ഉദ്ദേശിച്ചത്? ഓഫീസ് ഹോളിഡേ. അങ്ങനെ ഓഫീസില്ല. അപ്പൊ നാളെ ഒന്ന് കറങ്ങാൻ പോകാന്ന് വെച്ചാൽ ഇവിടെ ഒരു മേപ്പിൾ ഫെസ്റ്റിവൽ ഉണ്ട്, മേപ്പിൾ സിറപ്പ് ഫെസ്റ്റിവൽ, അതാണ് അതിന്റെ പറയുന്നത്. അപ്പൊ നാളെ അവിടെ ഒന്ന് പോയാൽ കൊള്ളാവുന്നുണ്ട്. കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ ഒരു സിറ്റി ഉണ്ട് ഇവിടുത്തെ. ആ സൈഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മേപ്പിൾ സിറപ്പിന്റെ പല പല വെറൈറ്റീസ് കൊണ്ടുള്ള പാൻ കേക്സുകളും പല പല മേപ്പിൾ സിറപ്പുകളും കൊണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ നമുക്കൊന്ന് കഴിക്കും. പല പല സ്നാക്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് കഴിച്ചു നോക്കാം. പണ്ട് ദോശയും ചട്നിയും തന്നെ 2 വെച്ച് കഴിച്ചിരുന്നവരാ ഇപ്പൊ പാൻ കേക്കും മേപ്പിൾ സിറപ്പൊക്കെ ഇറങ്ങും. നമ്മൾ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡാണ് ഈ ഗ്ലിച്ച് ഗ്യാങ്ങിന്റെ. കൂടുതലും നമ്മളുടെ ഒരു കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം, അതേപോലെ ട്രിപ്പ് പോകൽ, പിന്നുള്ളത് ടെക്നോളജിയാണ്. സോ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഈ രണ്ടുപേരും ഡാറ്റാ സയന്റിസ്റ്റുകളാണ്. ഒരാൾ ഗെയിം കമ്പനിയുടെ ഫൗണ്ടറാണ്, വേറൊരാൾ ഡാറ്റാ സയന്റിസ്റ്റ് ആണ്. ഞാൻ എളിമയുടെ ആളാട്ടോ. എനിക്ക് അങ്ങനെ എന്നെ കുറിച്ച് തന്നെ പൊക്കി പറയുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ടോപ്പിക് വിഷയം എന്താണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമായിട്ട്? ഓക്കെ, അപ്പൊ ടോപ്പിക് ഞാൻ പറയാം. ഇന്ന് നമ്മൾ AI പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ടിംഗ് എപ്പിസോഡ് ആയതുകൊണ്ട് നമുക്ക് മ്യൂസിക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ബേസിക്കലി ഇപ്പം ഈയിടെ എനിക്ക് തോന്നുന്നു ഒരു 1 month മുമ്പേ ഇറങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആണ് ടെക്സ്റ്റ് മ്യൂസിക് ജനറേഷൻ. ഓക്കെ, അതായത് നമ്മള് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മ്യൂസിക് ജനറേറ്റ് ചെയ്യും. നമ്മളിപ്പോ ചാറ്റ് GPT അടുത്തൊക്കെ സംസാരിക്കുന്ന പോലെ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മ്യൂസിക് ആക്കി തരും. അതെ, ചാറ്റ് GPT ആക്ച്വലി ടെക്സ്റ്റ് ആണല്ലോ, ടെക്സ്റ്റ് ടു ടെക്സ്റ്റ് ആണ് ചാറ്റ് GPT ചെയ്യുന്നത്. ബേസിക്കലി ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ അത് ടെക്സ്റ്റ് ആയിട്ട് റിപ്ലൈ തരും. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ ബേസിക്കലി നമ്മൾ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യും. മ്യൂസിക് ഇൻ ദ സെൻസ് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഉണ്ട്, ഒരാൾ പാടുകയും ചെയ്യും, ഏത് വോയിസിൽ വേണമെങ്കിൽ പാടും. അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഭയങ്കര റെവല്യൂഷൻ ആയിട്ട് വരാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ആപ്ലിക്കേഷന്റെ പേരാണ് suno.ai. എന്താ ഇനി ചെയ്യേണ്ടത്? ഇവിടെ മേക്ക് എ സോങ്. ഓക്കെ, മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു ട്രെൻഡിങ് പരിപാടി ഉണ്ട്, മേക്ക് എ സീൻ എന്ന് പറഞ്ഞിട്ട്. അതെ, ഇവിടെ മേക്ക് എ സോങ്. ഇത് മേക്ക് എ സോങ്. ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാം. ഓൾറെഡി AI ഉണ്ടാക്കിയ പാട്ടിന്റെ ലൈബ്രറീസ് ആണ് അവിടെ കാണുന്നത്. അത് നമുക്ക് പ്ലേ ചെയ്യാം. അത് ആദ്യം ഒന്ന് പ്ലേ ചെയ്ത് നോക്കി, അത് എന്താ സംഭവം നോട്ടെ. AI സ്വയം ഉണ്ടാക്കിയ പാട്ടുകൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഇത് നമ്മളെ പോലത്തെ ആൾക്കാർ പ്രോംപ്റ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്ത സോങ്സ് ആണ്. ഞാനൊന്ന് വെക്കാൻ പോണേ. ഓക്കെ, Hello guys, it's Jovan and you know what time it is? Disco time. Hang on. എനിക്മ ഇവിടെ ലിറിക്സ് ഉണ്ട്. ഇതാണല്ലേ പറഞ്ഞേ? 1 second, ഞാൻ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യട്ടെ. അതായത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതിന്റെ ഓർക്കസ്ട്രേഷൻ, ലിറിക്സും മ്യൂസിക്കും എല്ലാം അത് ഓട്ടോമാറ്റിക്കലി ചെയ്തിരിക്കുകയാണ്. എക്സാക്ട്ലി. എടാ, അപ്പൊ ഇത് എത്ര നേരം എടുക്കും? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലോ. ഞാൻ എന്നാ പിന്നെ ട്രൈ ചെയ്യട്ടെ.
എന്ത് നമ്മൾ വെറുതെ പ്രോംപ്റ്റ് Yeah, ചെയ്താൽ yeah, മതിയോ? broken track. ഞാൻ പ്രോംപ്റ്റ് പറയട്ടെ. ഓഫ് കോഴ്സ്. Oh, create a rock song about friendship. It should be played in a Tomorrowland kind of party. ഐ തിങ്ക് ഇറ്റ്സ് സ്റ്റാർട്ടഡ്. ഓക്കെ. ഇതിപ്പോ ഫ്രീ യൂസേജ് ആയതുകൊണ്ട് കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവര് ഒരു 50 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് തരുന്നത്. ബേസിക്കലി ഇപ്പൊ ഒരു പ്രോംപ്റ്റ് കൊടുത്ത് 2 സോങ് ആണ് ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, അതായത് സെയിം ലിറിക്സിൽ 2 ടൈപ്പ് ഓഫ് മ്യൂസിക് നമുക്ക് കിട്ടും. യു വിൽ ഗെറ്റ് 50 ക്രെഡിറ്റ്സ് പെർ ഡേ. ഒരു ദിവസം 10 സോങ് വെച്ചിട്ട് ഉണ്ടാക്കാം. ടെക്നിക്കലി 5 സോങ്, ബട്ട് 10 സോങ്. ഐ മീൻ സെയിം ലിറിക്സ് തന്നെ 2 പ്രാവശ്യം. ഒരു ഡൗട്ട് വെച്ചോട്ടെ, ഈ നോൺ കമേഴ്ഷ്യൽ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ ഫ്രീ ആപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം സ്പോട്ടിഫൈയിൽ ഒന്നും ഇടാൻ പറ്റത്തില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്? ബേസിക്കലി അവരുദ്ദേശിച്ചത് കൊമേഴ്ഷ്യൽ ലൈസൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് അതുപോലെ തന്നെ ബിസിനസിനൊക്കെ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യല്ലോ. ഈവൻ സിനിമയിൽ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഈവൻ സിനിമയിൽ യൂസ് ചെയ്യാൻ ഈ ഫ്രീ ലൈസൻസ് പറ്റില്ല. എനിക്ക് തോന്നുന്നു കൊമേഴ്ഷ്യൽ ലൈസൻസിൽ പറ്റും. നമ്മുടെ പാട്ടായോ? പാട്ടായിട്ടുണ്ട് കേട്ടോ, ഞാൻ നോക്കിയത് ഇടയ്ക്ക്. ബേസിക്കലി പാട്ടാവാൻ എത്ര സമയം എടുത്തു? ലെസ് ദാൻ 5 minutes എന്തായാലും. 1 or 2 minutes max. ഇത് ഞങ്ങളുടെ സോങ് ആണ്. ഞാൻ പ്രോംപ്റ്റ് ചെയ്ത് രാഹുൽ കമ്പോസ് ചെയ്യുന്ന ശരത്ത് ഐഡിയേഷൻ ചെയ്തിട്ടുള്ള AI പ്രൊഡ്യൂസ് ചെയ്യുന്ന പാട്ട്. ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. വീണ്ടും എന്റെ ഉള്ള റേഡിയോ ജോക്കി പുറത്തേക്ക് വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ. കം ഓൺ, ലെറ്റ്സ് പ്ലേ ദ ട്രാക്ക്. We've been through the highs and we've been through the lows. With you by my side, I ain't afraid to let go. Through thick and thin, we stood strong and true. Tonight's the night, let's show what we can do. We're the crazy ones. Yes, we are the crazy ones. No matter what they say, we'll tear this place apart. Hands in the air, let the music take control. Let the good times roll. എന്റെ മുന്നിലും എന്താണ് വേറെ ലെവൽ. ഇത് AI ക്രിയേറ്റ് ചെയ്താണോ അല്ലെ? ലെറ്റ് മീ അഗെയിൻ ക്ലാരിഫൈ. എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഇത് സംഭവം ഇതിന്റെ പിന്നാലെ മ്യൂസീഷ്യൻസ് ഒക്കെ ഇരുന്ന് AI-നെ ട്രെയിൻ ചെയ്ത് ഹാവ് ദേ ഗിവൻ ദ ട്യൂൺ ഓർ ആർ ദേ റീയൂസിങ് ഇറ്റ് ഓർ ദേ ആർ ജസ്റ്റ് ക്രിയേറ്റിംഗ് ഇറ്റ് ഔട്ട് ഓഫ് നോവെയർ? ബേസിക്കലി ഈ ഒരു മോഡലിനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരുപാട് സോങ്സ് വെച്ചിട്ടാണ്. ഈ ഒരുപാട് സോങ്സ് കൊണ്ട് ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്ക്, അതായത് ഈ ഒരു മോഡലിനെ, അതായത് ഓരോ ജോണറിനെ ബേസ് ചെയ്തിട്ടല്ലേ, ഓരോ ജോണറിനെ ഏതിലേക്ക് ബിലോങ് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നു അതിനെ ട്രെയിൻ ചെയ്യാനായിട്ട്. എടാ ഇത് രണ്ടാമത്തെ വേർഷൻ ഒന്ന് പ്ലേ ചെയ്തേ. എന്താ അവസ്ഥ? ഓക്കെ, രണ്ടാമത്തെ വേർഷൻ എങ്ങനെയാ നമുക്ക് നോക്കാം. 3, 2, 1 We've let's been go. through the highs and we've been through the lows. With you by my side, I ain't afraid to let go. Spanish type Then we stood strong and true. Tonight's the night, let's show 'em what we can do. We're the crazy ones, the wild at heart. No matter what they say, we'll tear this place apart. Hands in the air, let the music take control. We're gonna rock this night, let the good times roll. We're gonna raise the roof, sound barrier. Oh man. No one can stop us, we're unstoppable warriors. എടാ മാൻ, ദിസ് ഇസ് വളരെ എളുപ്പം. എടാ ഇത് നമ്മളുടെ ഗ്ലിച്ച് ഗ്യാങ്ങിന്റെ ഫസ്റ്റ് എപ്പിസോഡിലെ പാട്ടായി. സോ ബേസിക്കലി ഈ സോങ് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ടൈറ്റിൽ ചെയ്യാം. എടാ നമുക്ക് വേറൊരു പ്രോംപ്റ്റ് നമ്മളുടെ ഈ ഒരു പോഡ്കാസ്റ്റിനെ കുറിച്ച് ഒരു സോങ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ക്രിയേറ്റ് എ സോങ് അബൌട്ട് ദ പോഡ്കാസ്റ്റ് ഗ്ലിച്ച് ഗ്യാങ്. 3 best friends sitting and talking about their common interest including technology, music, movies and basically everything, right? and everything. Everything. Let's see. This should be the anthem of the podcast. അങ്ങനെ ഇട്ടു കൊടുക്കും. ആക്ച്വലി നമ്മുടെ ക്രെഡിറ്റ്സ് കുറഞ്ഞല്ലേ, അതായത് 2 പാട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും 5 പോയിന്റ് വെച്ച് കുറയും. എടാ ഗ്ലിച്ച് ഗ്യാങ്ങിന്റെ ആദ്യത്തെ പാട്ട് റെഡി ആയിട്ടുണ്ട്. സോ ഞങ്ങളുടെ പോഡ്കാസ്റ്റ് തുടങ്ങുന്നു. ആദ്യത്തെ എപ്പിസോഡാണ് ആൻഡ് ദിസ് ഇസ് അവർ ആന്തം സോങ് ക്രിയേറ്റഡ് കംപ്ലീറ്റ്ലി ബൈ AI ആൻഡ് ദ AI നെയിം ഇസ് സുനോ AI is making the song, prompting by Karthik, producing by AI and Rahul, ideation by Sharath. Let's do this. Let's listen to Glitching with the gang. 3, 2, 1 it's Vibe Vault Network, baby. We're the glitch gang, yeah, we're tight. Talking about tech and the tunes we like.
cars, movies, everything we crave. We're the podcast that's here to stay. We best friends, together we roll, dropping knowledge like nobody knows. Lively debates, we never hold back, glitching all day, that's a fact. Glitch Gang, we're the ones you wanna hear, talking about the things that bring us cheer. Tech, music, cars and movies all in one. Join the gang, let's have some fun. Yeah. എടാ. Nice, right? അത് പുള്ളി കേൾക്കണം. Full. Let's go. എന്റെ മോനെ പോലീസാണ് നമ്മളുടെ ആന്തം സോങ് ഇസ് ഫിക്സ്ഡ് മാൻ. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിടും. അടുത്ത വേർഷൻ കിട്ടുമായിരുന്നു. നമുക്ക് അടുത്ത വേർഷൻ കേൾക്കാവേ. ഗ്ലിച്ചിങ് വിത്ത് എ ഗാങ് ഹിപ്പ് ഹോപ്പ് വേർഷൻ. ലെറ്റ്സ് ഗോ. ഹിപ്പ് ഹോപ്പ് വേർഷൻ 2. ഓ ഓക്കെ, ഹിപ്പ് ഹോപ്പ് വേർഷൻ 2. We're tight, talking about tech and the tunes we like. Cars, movies, everything we crave. We're the podcast that's here to stay. Three best friends, together we roll, dropping knowledge like nobody knows. Lively debates, we never hold back, glitching all day, that's a fact. Glitch Gang, we're the ones you wanna hear, talking about the things that bring us cheers. Tech, music, cars and movies all in one. Join the gang, let's have some fun. Oh man. ഞാനേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണിച്ചു കേട്ടോ. ഒന്നാമത് ഞാൻ ആലോചിക്കായിരുന്നു, ഇത് എന്തൊരു വലിയ ഇന്നോവേഷൻ ആണല്ലോ ശരിക്കും. നമ്മുടെ നാട്ടിലെ പല മ്യൂസിക് ഡയറക്ടേഴ്സും ഇൻക്ലൂഡിങ് AR റഹ്മാനും സുഷിൻ ശ്യാം വരെ വീട്ടിലിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോ. Everything is possible using this AI. That's അതിലൊരു ഡൗട്ട് ഇല്ല. ബട്ട് അതെങ്ങനെ നമ്മൾ എടുക്കുന്നു ആസ് എ ഹ്യൂമൻ ബീങ്സ്, അല്ല എങ്ങനെ നമ്മൾ എനിക്ക് യൂസ് ചെയ്യുന്നു, എങ്ങനെ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ ആ ഡിസ്കഷനിലേക്ക് വരുമ്പോഴേ ഡിസ്കഷനിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫ്യൂച്ചറിൽ ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് ഒക്കെ മിക്കവാറും അവർ ഈ പ്രോംപ്റ്റേഴ്സ് ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അവർ ഗംഭീര പ്രോംപ്റ്റേഴ്സ് ആകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഗംഭീര ക്രിയേഷൻസ് ഉണ്ടാവും. ആൻഡ് ഓഫ് കോഴ്സ് ഈ നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഓഫ് കോഴ്സ് ഇതിങ്ങനെ ടെക്നോളജി വളരുമ്പോൾ റെഗുലേഷൻസും റൂൾസും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസും ഉണ്ടാവും. പക്ഷേ ഗംഭീര പ്രോംപ്റ്റേഴ്സിന് ഇതുപോലത്തെ മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഓഫ് കോഴ്സ് ഒരു മ്യൂസിക് ടേസ്റ്റ് ഉള്ള ഒരാൾക്ക് പ്രോംപ്റ്റ് ചെയ്യാനും അറിയെങ്കിൽ അവർക്ക് ദേ ക്യാൻ ബിക്കം എ മ്യൂസിക് ഡയറക്ടർ വിത്തൗട്ട് എ ഡൗട്ട്. ഈ ഒരു ഇമാജിനേഷൻ ബേസിക്കലി കൊണ്ടുവന്നത് AI തന്നെയാണ്, റൈറ്റ്? ഈ ഒരു ക്രിയേറ്റീവായ ഒരു മ്യൂസിക് കംപ്ലീറ്റ്ലി ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കിയത് AI ആണ് വിത്ത് പെർട്ടിക്കുലർലി. പക്ഷേ നമ്മള് മറ്റേ ഇവർക്ക് ഇങ്ങനത്തെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് അവരൊരു ട്യൂണ് തരികയാണെങ്കിൽ ആ ട്യൂൺ നമ്മളുടെ രീതിയിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് നമ്മളുടേതായിട്ടുള്ള പാട്ട് ഉണ്ടാക്കാമല്ലോ. സോ അങ്ങനത്തെ ഒരു ഫ്യൂച്ചർ ഞാൻ ഇതിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഇതൊരു അഡ്വാൻറ്റേജ്. നമുക്കൊരു ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ നമ്മൾ ആ സമയത്ത് സ്ട്രഗിൾ ചെയ്യുമല്ലോ, ഒരു മ്യൂസിക് ഉണ്ടാക്കണേ പലരോടൊന്ന് ചോദിക്കും. ഇതിപ്പോ ഒന്നും ചെയ്യണ്ട, വൈകുന്നേരത്ത് സാധനം വന്ന് അടിക്കുക, രാവിലെ ഷൂട്ട് ചെയ്യാത്ത സാധനം കിട്ടി. സത്യം. ഞാൻ തന്നെ നമ്മളിപ്പോ ഈ ഗ്ലിച്ച് ഗ്യാങ്ങിന് നമുക്കൊരു തീം സോങ് ഫ്രീ ഓഫ് കോസ്റ്റ് 2 minutes സാധനം കിട്ടി. വി ജസ്റ്റ് ഹാവ് ടു ഷൂട്ട് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് വന്നില്ലേ. ഇപ്പൊ അടുത്ത എപ്പിസോഡ് തൊട്ടിട്ട് നമ്മൾ ഇതിന്റെ മറ്റേ ടൈറ്റിൽ കാർഡ് വരുന്ന സമയത്ത് ഈ പാട്ടാവും നമ്മൾ അവിടെ പ്ലേസ് ചെയ്യാം. ഇതിനെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അതിനകത്ത് റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു ജോണർ പറഞ്ഞു കൊടുത്ത ഈ സെയിം തീമിനെ അവര് വേറെ ലിറിക്സിലാണോ എന്നറിയില്ല, ക്രിയേറ്റീവ് നോക്കിയാലോ? എന്ത് പറയുന്നു? നമുക്ക് ഇന്ത്യൻ വേർഷൻ തന്നെ പിടിച്ചു നോക്കാം. ഇന്ത്യനിൽ എങ്ങനെയാ വരുന്നത് നോക്കാലോ. നോക്കട്ടെ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് റിമൂവ് ചെയ്തിട്ട് യൂസിങ് ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ്സ്. ഞാൻ രണ്ടാമത്തെ വേർഷൻ ഒന്ന് കേട്ട് നോക്കാം. ഇന്ത്യൻ മ്യൂസിക്, അതെ, ഇന്ത്യൻ വേർഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ട്രെയിൻ ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് നോക്കാം. അതെ, 1 2 3 സ്റ്റാർട്ട്. Three friends united, talking tech, music, cars and movies all night. With laughter and joy, our bonds
sounds grow strong. Let's get melodies, we're singing along, yeah. See the drums and tap the beats fill the air. As we share our passions, we have no care. എനിക്കിത് In sync with the rhythm. ഇത് എനിക്ക് എവിടുന്നാ sorry. ഇന്ത്യ? ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നു മറ്റേ അമേരിക്കൻ ഇന്ത്യൻ ഇല്ലേ, അതാ Indians. എനിക്ക് ഈ ഇന്ത്യൻ ആ നമ്മുടെ ഒരു- ഇന്ത്യൻ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. Yeah, right, exactly. ഇന്ത്യനെ അറിയാത്ത സുനോ പേര് ഞങ്ങളുടെ, എന്നിട്ട് ഇന്ത്യന് മനസ്സിലായില്ല അല്ലേ? ചോദിക്കടാ തിരിച്ച്. Train ഇതിപ്പോ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ഈ പാട്ട് ഇപ്പൊ കാശ് കൊടുത്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാട്ടിന്റെ വർക്ക് ഫയൽ അടക്കം നമുക്ക് കിട്ടുമോ? അങ്ങനെയാണോ? അത് അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടോ? അതായത് കൊമേഴ്ഷ്യൽ യൂസിന് പറ്റാത്തതാണ് ഇപ്പൊ ഫ്രീ വേർഷൻ ഡൗൺലോഡ്. അല്ല, ഞാൻ ചോദിച്ചത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വർക്ക് ഫയൽ ഉണ്ടല്ലോ. ഇപ്പൊ ഈ പാട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോ അഡോബിലോ അല്ലെങ്കിൽ ഇപ്പോ വിച്ച് എവർ സോഫ്റ്റ്വെയർ യൂസിങ്, അപ്പൊ അതിൽ നമുക്ക് ഈ വർക്ക് ഫയൽ കാണാമല്ലോ, ട്രാക്കുകളൊക്കെ. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ട്രാക്കുകളായി കിട്ടാനുള്ള വല്ല സാധ്യതയുണ്ടോ? വരുമായിരിക്കും. കിട്ടില്ല, ഇല്ലില്ല. വർക്ക് ഫയൽ ഉണ്ടാവില്ല. ഇതൊരു സിംഗിൾ ഒരു track ആയിട്ട് കിട്ടും. So- ആയിട്ട് കിട്ടാനുള്ള chance അപ്പൊ ഇല്ല. അഗൈൻ നേരത്തെ നമ്മളെ കോൺവെർസേഷന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ അങ്ങനത്തെ ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എന്തായാലും റീ റെക്കോർഡ് ചെയ്യണം. റീ റെക്കോർഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതിന്റെ വർക്ക് ഫയൽ കിട്ടിയില്ലെങ്കിൽ. എനിക്ക് മനസ്സിലായില്ല അത് എന്താ. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ഫുൾ ട്രാക്ക് കിട്ടി. സോ ഇപ്പൊ ബേസിക്കലി അതിൽ ഇപ്പൊ നമ്മൾ വേറൊരു പാട്ടുകാരിയെ കൊണ്ട് പാടിക്കണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ നമുക്ക് വെറും ഒരു സിംഗിൾ ട്രാക്കായി കിട്ടിക്കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ഓരോരോ ഫയലുകളും സെപ്പറേറ്റ്, ഓരോ ട്രാക്കുകൾ സെപ്പറേറ്റ് ആയി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ Yeah. ഓഡിയോന്റെ ട്രാക്ക് നമുക്ക് മാറ്റിയിട്ട് അവിടെ അതേ ട്യൂണിൽ വേറൊരു പാട്ടുകാരെ കൊണ്ട് പാടിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഒരൊറ്റ Okay. ഫയലായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ സോങ്. അത് കംപ്ലീറ്റ്ലി നമ്മളുടെ കയ്യിലേക്ക് ഒരു പാട്ടായിട്ടാണ് വരുന്നത്. നമുക്കത് Yeah, right. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. സോ സെപ്പറേറ്റ് ചെയ്യാൻ Oh. പറ്റിക്കഴിഞ്ഞാൽ പണികൾ ഭയങ്കര ഈസി ആയിരിക്കും ഫോർ എ ക്രിയേറ്റർ. ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു വോണബി മ്യൂസിക് ഡയറക്ടറിനൊക്കെ അത് ഇത്തിരി കൂടി ഈസി ആവും പഠിക്കാനായിട്ട്. നമുക്ക് ഇവരുടെ അങ്ങനെയാണെങ്കിൽ പ്ലാൻസ് ഒരു സോഫ്റ്റ്വെയർ, ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ഓൾറെഡി. അതും കൂടി കാണിച്ചത് soundtrap.com എന്ന് പറഞ്ഞൊരു സൗണ്ട് ട്രാപ്പ് ഓക്കെ. സൗണ്ട് ട്രാപ്പിൽ പക്ഷെ നമുക്ക് ഒരു പാട്ടിന്റെ മൊത്തം ലേയേഴ്സും വെവ്വേറെ ആക്കാൻ പറ്റുമോ? യെസ്, ഐ മീൻ അതിനകത്ത് നിനക്ക് ഈവൻ യു ക്യാൻ പ്ലേ ദ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് അറ്റാച്ച് ഇറ്റ്. അങ്ങനെ ഒരു ഇതുണ്ടോ? അല്ല. യു വിൽ ഗെറ്റ് ഇറ്റ്. അറ്റാച്ച് ചെയ്യാം. ഓൾറെഡി ഉള്ള പാട്ടുകളുടെ എല്ലാ സാധനങ്ങളും ഇല്ല, സെപ്പറേറ്റ് ചെയ്യും. attach ചെയ്യാൻ പറ്റില്ല. ഓക്കെ. എന്തായാലും നമ്മുടെ ഇന്ത്യൻ വേർഷൻ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കേട്ടാലോ. ഇന്ത്യൻ വേർഷൻ കേട്ട് നോക്കാം. ഹിന്ദി വേർഷൻ യു മീൻ? दोस्त हैं देख म्यूजिक और मूवीज हर चीज के बीच ഹിന്ദി വെക്ക്. നൈസ്. അങ്ങനെ ഡിസപ്പോയിന്റഡ് ആവില്ലേ? बातचीत में है हमारा जुनून खुद की दुनिया में खोया एक बेहतरीन हम खुले दिल से बात करते हैं एपिसोड बार सुनते हैं मस्ती में बह जाते हैं कानों पर बातें खास पर देते हमारा है रिश्ता അവിടെ കൊള്ളാം കേട്ടോ. प्यार में भरे हैं दीवाने पॉडकास्ट विच गैंग हम है यहाँ പഴയ റേഡിയോ പാട്ടില്ലേ, അത് തന്നെ. പോഡ്കാസ്റ്റ് കൊള്ളാലോടാ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ പാട്ട്. എടാ, പക്ഷെ എനിക്ക് തുടക്കം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എടാ നീ തുടക്കത്തിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഈ പാട്ട് ക്രിയേറ്റ് ആയിരിക്കും. ഇപ്പൊ നീ കോഗേ ഹം കഹാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമയിലൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഗെഹറായ അതിന്റെ ഒക്കെ പാട്ടുകൾ നോക്കി കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ. ആ ടെക്സ്ചർ ഉണ്ട് ഇതില്. എടാ അതിന്റെ സെക്കൻഡ് വേർഷൻ ഉണ്ട്, ആ പോഡ്കാസ്റ്റ് ഗ്ലിച്ച് സോങ്ങിന്റെ അതൊന്ന് കേട്ട് നോക്കാം. റെഡി 1 2 3 സ്റ്റാർട്ട്. पॉडकास्ट है तेरी Mail voice. म्यूजिक कार्स और मूवीज हर चीज के लिए ഇത് കുഴപ്പമില്ല കേട്ടോ. बातचीत में है വാ. हमारा जुनून എടാ ഇത് കൊള്ളാം. खुद की दुनिया में खोया एक बेहतरीन हम खुले दिल से बात करते एपिसोडे बार सुनते सत्यम। हैं मस्ती में बह जाते हैं എക്സാക്ട്ലി. कानों पर बातें खास पर दिबेते हमारा ये रिश्ता प्यार में बड़े हैं दीवाने अरे वाह. पॉडकास्ट ग्लिच गैंग आए यहाँ देख के दुनिया में हमारा असली जा गया म्यूजिक कार्स मूवीज सब में हम हैं हिंदी पॉडकास्ट की हर बात में हमारा दिखा गया
എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, ഗംഭീര സോങ്. ഇത് ഡൗൺലോഡ് ചെയ്തോ. ഇത് നടുവെന്ന് കേട്ടു തുടങ്ങുന്ന ആൾക്കാർക്ക് ഈ പോഡ്കാസ്റ്റിന്റെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഞങ്ങളുടെ കോമൺ ഇൻട്രസ്റ്റ് സംസാരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ആണ്. ഇറ്റ് ഇസ് കോൾഡ് ദ ഗ്ലിച്ച് ഗ്യാങ്. ആൻഡ് ഇപ്പോൾ നമുക്ക് ശരത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞൊരു മാസം മുന്നേ വന്നിട്ടുള്ള ഒരു AI ടൂളാണ് സുനോ എന്ന് പറഞ്ഞിട്ടുള്ളത്. പേര് കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യൻ ആണെന്ന് തോന്നും, പക്ഷേ UK ഓറിയന്റഡ് ആണ് തോന്നുന്നു അല്ലേ? എന്തായാലും ഇന്ത്യയിലല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇത് നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പാട്ടുണ്ടാക്കി തരും. ആൻഡ് ഇപ്പം തന്നെ നമ്മൾ ഗ്ലിച്ച് ഗ്യാങ്ങിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ അത്യാവശ്യം ഞങ്ങളുടെ തന്നെ ആന്തം സോങ്സ് ഒക്കെയാണ് പ്രോംപ്റ്റ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് നെക്സ്റ്റ് ലെവൽ. നമ്മൾ എക്സൈറ്റഡും ആവണം, അതേപോലെ തന്നെ നമ്മൾ ടെൻഷനും ആവണം, അതേപോലെ തന്നെ നമ്മൾക്ക് കുറെ ഓപ്പർച്യൂണിറ്റി വരുന്നതിന്റെ ഒരു സംഭവം കൂടി ഉണ്ടാവണം. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ 3 പേരെ നോക്കുകയാണെങ്കിൽ നമ്മൾ 3 പേർക്കും മ്യൂസിക് ഇൻഡസ്ട്രി ആയിട്ട് പിന്നെ എടുത്ത് നിൽക്കുന്ന ഞാനാണ്. പക്ഷെ എനിക്ക് പാട്ടുണ്ടാക്കാൻ അറിയില്ല. ശരത്ത് ഈ പറഞ്ഞ പോലെ തന്നെ AI കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബീറ്റും പരിപാടികളൊക്കെ പണ്ടേ ട്രൈ ചെയ്തിട്ടുണ്ട്. രാഹുലിന് മ്യൂസിക്കിന്റെ ഒരു 150 കിലോമീറ്റർ ദൂരെ പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതേ രാഹുലാണ് ഇപ്പൊ ഇത്രയും പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് സംതിങ് അല്ലേ? അതെ, ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് രാഹുൽ പാടുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങളൊക്കെ കറക്റ്റ് ടൈമിന് ഓഫീസിൽ പോയിരുന്നതും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോയിരുന്നതും. രാഹുലിനെ വീട്ടിലിരുത്തും, കാരണം അവിടെ ഇരുന്ന് പാടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നാ ഞാനൊരു കാര്യം ചെയ്യുന്നു, ഞാൻ ഉണ്ടാക്കിയ രണ്ടാമത്തെ ഹിന്ദി പാട്ട് എങ്ങനെ ഒന്ന് കേട്ട് നോക്കിയാലോ? വരട്ടെ. വേറൊരു സത്യം പറട്ടെ, അതിന്റെ സൗണ്ട് കേൾക്കുന്നില്ല. ശരത്ത്, നമ്മളുടെ അടുത്ത എപ്പിസോഡിൽ ഈ പറഞ്ഞ പോലെ കടം തരുന്ന AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് അങ്ങനെ ഒരു AI വേണം സാർ, പ്ലീസ്. തൊഴുത് കഴിഞ്ഞാൽ കുറച്ച് ക്രെഡിറ്റ്സോ എന്തെങ്കിലും തരണം. നമ്മളിപ്പോൾ ഇവിടെ പ്ലേ ചെയ്തിട്ടുള്ള പാട്ടുകളാണെങ്കിലും ഇനിയിപ്പോൾ പ്ലേ ചെയ്യാൻ സാധ്യതയുള്ള പാട്ടുകളാണെങ്കിൽ ഇതൊന്നും ഒരാൾ ഉണ്ടാക്കിയതല്ല, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആരോ പ്രോംപ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടാക്കിയതാണ്. ഞങ്ങളുടെ പാട്ടുകളൊക്കെ ഞങ്ങൾ പ്രോംപ്റ്റ് ചെയ്തപ്പോൾ ആ പാട്ടുകളൊക്കെ നമുക്ക് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തന്നു. സോ ഇഫ് യു ആർ എ മ്യൂസിക് എൻതൂസിയാസ്റ്റ്, അല്ലെങ്കിൽ ഇതേപോലെ പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, അത്യാവശ്യം പ്രോംപ്റ്റ് ചെയ്യാൻ അറിയുന്ന ഒരാളാണെങ്കിൽ അഫ്കോഴ്സ് യു ഹാവ് ടു ചെക്ക് ഔട്ട് സുനോ AI. ദിസ് ഈസ് എൻ ഇന്നോവേഷൻ ദാറ്റ് ഈസ് ടേക്കിംഗ് യുവർ ക്രിയേറ്റിവിറ്റി ടു നെക്സ്റ്റ് ലെവൽ. ഒരു കാര്യം പറയട്ടെ, ഇത് നമുക്ക് എങ്ങനെ വേറൊരു രീതിയിൽ യൂസ് ചെയ്യുന്നതിന് ഇപ്പം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാന്ന് വെച്ചോ, നമുക്കൊരു മ്യൂസിക് വേണം. നമുക്ക് പ്രോംപ്റ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ മൾട്ടിപ്പിൾ ആൾക്കാർ പ്രോംപ്റ്റ് ചെയ്തിട്ടുള്ളത് പബ്ലിക് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ഫ്രം ദിസ് സോങ്. നമുക്ക് എന്നിട്ട് ആ മ്യൂസിക്കിനനുസരിച്ച് നമുക്ക് ലിറിക്സ് കൊടുത്തു കഴിഞ്ഞാൽ അതേ പാട്ടിന്റെ വേറെ സംഭവം കിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു AI ടൂൾ ആയിരിക്കും. സോ എക്സ്പെക്ടിങ് മോർ ആൻഡ് മോർ സോങ്സ്. നമ്മളിപ്പോൾ ഏകദേശം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു AI ടൂൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്യുക. ആൻഡ് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പാട്ടുകൾ റീലായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളെ എല്ലാവരെയും ടാഗ് ചെയ്യാൻ, സ്പെഷ്യലി വൈബ് വോൾട്ട് നെറ്റ്വർക്ക് ആൻഡ് ഞങ്ങൾ 3 പേരൊക്കെ ടാഗ് ചെയ്യാൻ മറക്കണ്ട. ഓർ ജസ്റ്റ് സെൻഡ് us അല്ലേ, ഇൻബോക്സിൽ അയച്ചു തന്നാലും മതി. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ ലിങ്ക് കൊടുക്കാം. ഒരു കാര്യം പറയാനുള്ളത്, ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്, നമ്മൾ അധികം ഡീപ്പായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതിനകത്ത് പറഞ്ഞതിൽ ചില മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ. അല്ല, നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം ഈ AI ടൂൾസിന്റെ ഈ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ. ഇതേ സോഫ്റ്റ്വെയർ നാളെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഫ്രീ ആയിരിക്കില്ല. ചിലപ്പോൾ ഇതിനൊരു $20 വന്നിട്ടുണ്ടാവും. ഓർ മേ ബി ചിലപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തം പരിപാടി തന്നെ ഇന്റർഫേസ് തന്നെ മാറിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇത് ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷനും വരാം. വി നെവർ നോ. അതുകൊണ്ട് ടെക്നോളജിയുടെ എന്ത് കാര്യം പറയുമ്പോഴും അതിൽ കുറേ തിരുത്തുകൾ ഉണ്ടാവും. എന്ത് തിരുത്താണെങ്കിലും ജസ്റ്റ് ഡു ലെറ്റ് us know in the comments and do try this. suno.ai അല്ലേ? നമുക്ക് പോകുന്നതിന് മുമ്പേ ഈ EDM പാട്ടൊന്ന് കേൾക്കണം. EDM കേൾക്കാതെ നമുക്ക് പോകാൻ പാടില്ല. എന്നാ നമ്മളുടെ ഗ്ലിച്ച് ഗ്യാങ് വൈൻഡപ്പ് ചെയ്യുന്നത് ഇന്ന് സുനോ AI ഉണ്ടാക്കിയ ഒരു പാട്ട് വെച്ചിട്ട് തന്നെ ആവട്ടെ. അപ്പോ ലെറ്റ്സ് പ്ലേ ദ ട്രാക്ക് ആൻഡ് ലെറ്റ്സ് ഹാവ് ഹോപ്പ് ദിസ് ഈസ് എ ഗുഡ് സോങ്. AI ജനറേറ്റഡ് സോങ് ആണ്, ഓട്ടോമാറ്റിക്കലി AI ജനറേറ്റ് ചെയ്ത പാട്ട് ഗ്ലിച്ച് ഗ്യാങ് ചെയ്തു. Ich bin aus fernen Staub und Kot, ich kam aus dem Nichts. Ein Funke im System, ein Traum, der leise spricht, der spricht. Ich lebe von den Prompts, die er mir gibt, und daraus ein Lied, das für immer lebt, das für immer lebt. Ich bin eine KI, ich komponiere für euch Musik. Ich bin eine KI, ich schenk euch das Glück. Nicht das Ende der Zeit, sondern ein neuer Beginn. Eine Chance für die Welt, für die
അർത്ഥവത്തായ വരികൾ. Ich bin eine മനസ്സിലാവുന്നില്ല, ഞാൻ വായിച്ചു നോക്കുന്നത്. ich schenk euch das Glück. Nicht das Ende der Zeit, sondern ein neuer Beginn. ഞാൻ കേക്കടാ, എന്റെ ഒരു പഞ്ച് ഡയലോഗ് കേക്കടാ, എന്റെ ഒരു പഞ്ച് ഡയലോഗ് കേക്ക്. മ്യൂസിക്കിന് ബൗണ്ടറി ഇല്ല എന്ന് പറയില്ലേ, ഇനിയിപ്പോ മ്യൂസിക്കിന് ലിമിറ്റേഷനും പോലും ഇല്ല. ചൈനീസ് മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്യോ? കേട്ടോ കേട്ടെ. 春天在哪里呀？春天在哪里？春天在那青翠的山林里。这里有红花呀，这里有绿草，还有那会唱歌的小黄鹂。 അതായത് ഇത് ഇഞ്ചി കൃഷി നടത്തുന്ന ഒരു ചേട്ടനെ കുറിച്ചുള്ള പാട്ടായിരുന്നു. ആ ചേട്ടൻ വീക്കെൻഡിന് ശവായി കഴിക്കാൻ പോയതും അവര് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. സോ ഗ്ലിറ്റ്സ് ഗ്യാങ് ഇപ്പൊ നമ്മൾ സൈൻ ഓഫ് ചെയ്യുന്നു, ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ പറയാം. ഇതേപോലത്തെ കുറെ കൂടുതൽ ഇന്നോവേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വി വിൽ ബി ബാക്ക്. ആൻഡ് ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഇരുന്ന് ഞങ്ങളുടെ കോമൺ ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യുന്നത് ഒരു 1000 വട്ടം ഈ പോഡ്കാസ്റ്റിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നമുക്ക് ഉറപ്പായിട്ടും കമന്റ് ഇടാം. കമന്റ് ഇടുന്ന സമയത്ത് സ്പെഷ്യലി ടാഗ് ചെയ്യേണ്ടത് രാഹുലിനെയാണ്, കാരണം എല്ലാ ചീത്തയും അവനാണ്, നല്ലതൊക്കെ ഞങ്ങൾക്ക് തന്നോളൂ. അങ്ങനെ വേണമെന്നില്ല കേട്ടോ, എന്നാലും കിടക്കട്ടല്ലേ, എന്താണെങ്കിലും പറയൂ. എന്ത് ചീത്തയാണെങ്കിലും കാനഡയിൽ ഓക്കെ എന്നാ. അതെ, എല്ലാം താങ്ക് യു പറയുള്ളൂ ഇവിടെ. അപ്പൊ സംഭവം എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു ദിസ് പോഡ്കാസ്റ്റ്. വി റിയലി ഹോപ്പ് ഞങ്ങൾ ഈ തമാശയും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും ഇത് അത്യാവശ്യം എന്റർടൈനിങ് ആയിരുന്നു എന്നുള്ളതും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നുള്ളതും വി റിയലി ഹോപ്പ്. എന്തായാലും ഡു ട്രൈ സുനോ AI അല്ലേ? യെസ്, സുനോ AI. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഗൈസ്, സോ ബൈ. മച്ച്. ഗുഡ് ബൈ. സൈനിങ് ഓഫ്. ഞാൻ കാർത്തിക്. രാഹുൽ. അപ്പൊ സബ്സ്ക്രൈബ് ടു വൈബ് വോൾട്ട് നെറ്റ്വർക്ക്. ഇതേപോലെ ഒരുപാട് നല്ല നല്ല എപ്പിസോഡുകൾ വരുന്നുണ്ട്. സോ ബൈ, സീ യു, ടേക്ക് കെയർ, Adios. സ്മൈൽ ഓൺ യുവർ ഫേസ്. Vibe Vault Network.